പിണറായിയെ ലക്ഷ്യം വെച്ച് ഒരു വലിയ ബോംബാണ് പൊട്ടിയിരിക്കുന്നത്. കൊലപാതക രഹസ്യങ്ങൾ ചോർന്നേക്കുമെന്ന ഭയം വരുമ്പോൾ കൊന്നവരെ കൊല്ലിക്കും. കൊല്ലിച്ചവരെ കൊന്നാൽ സേഫാണെന്ന തിയറിയാണ് പയറ്റുന്നത്. TP കൊലപാതകത്തിൽ CPMന് ഹൈക്കോടതിയിൽ നിന്ന് മുട്ടൻ അടികിട്ടി നിൽക്കുകയാണ്. ഇപ്പോൾ അതിന്റെ ചുവട് പിടിച്ച് പല ആരോപണങ്ങൾ ഉയരുന്നു. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ ഉയർന്നു വരുന്ന ഈ ആരോപണങ്ങൾ വലിയ തിരിച്ചടിയാണ് പാർട്ടിക്ക്. പിണറായി വിജയന്റെ പ്രധാന ശത്രുക്കളിൽ ഒരാളാണ് കോളിളക്കമുണ്ടാക്കുന്ന ഈ പ്രസ്താവന പടച്ചുവിട്ടിരിക്കുന്നത്. ഇതോടെ കൂട്ടയടി തുടങ്ങിയിട്ടുണ്ട്. TP ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പ്രതി PK കുഞ്ഞനന്തന്റെ മരണത്തിൽ ദുരൂഹത ആരോപിക്കുന്ന മുസ്ലിം ലീഗ് നേതാവ് KM ഷാജിയുടെ പ്രസംഗം ഇപ്പോൾ വലിയ വിവാദമായിരിക്കുകയാണ്. TP കൊലക്കേസിൽ അന്വേഷണം നേതാക്കളിലേക്ക് എത്താനുള്ള ഏക കണ്ണി കുഞ്ഞനന്തനായിരുന്നു. കുഞ്ഞനന്തൻ ഭക്ഷ്യവിഷബാധയേറ്റാണ് മരിച്ചത്. ഗൂഢാലോചന കേസ് അട്ടിമറിക്കാനാണ് കൊല നടത്തിയതെന്ന തരത്തിലാണ് ഷാജഹാൻ പ്രസംഗിച്ചിരിക്കുന്നത്. കുഞ്ഞനന്തനെ മാത്രം നോക്കിയാൽ പോരാ. കണ്ണൂരിലെ എല്ലാ രാഷ്ട്രീയ കൊലപാതകങ്ങളിലും കൊന്നവർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഫസലിനെ കൊന്ന 3 പേർ മൃഗീയമായി കൊല്ലപ്പെട്ടു. രഹസ്യം ചോരുമോ എന്ന ഭയം വരുമ്പോൾ കൊന്നവരെ കൊല്ലും. ഫസൽ കൊലക്കേസിലെ 3 പേരെ കൊന്നത് CPM ആണ്. ഷുക്കൂർ വധക്കേസിലെ പ്രധാന പ്രതിയെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. TP കൊലക്കേസിൽ അന്വേഷണം നേതാക്കന്മാരിലേക്ക് എത്താൻ കഴിയുന്ന ഏക കണ്ണി കുഞ്ഞനന്തനായിരുന്നുവെന്നും KM ഷാജി സംശയം മുനവെച്ച് പറയുകയാണ്. ഷാജിയുടെ ആരോപണത്തിന് മറുപടിയുമായി കുഞ്ഞനന്തന്റെ കുടുംബം ഉടൻ തന്നെ രംഗത്ത് വന്നിരുന്നു. ഇതിനു പിന്നിൽ CPMന്റെ തിടുക്കപ്പെട്ടുള്ള ഇടപെടലാണ്. അതായത് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. TP കേസ് ആയുധമാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. കുഞ്ഞനന്തനെ കൊല്ലിച്ചത് പാർട്ടിയാണെന്ന ആരോപണം വലിയ ഒച്ചപ്പാടുണ്ടാക്കും. അതുകൊണ്ട് കുഞ്ഞനന്തന്റെ കുടുംബത്തെ ഇറക്കിയത്. ഷാജിയെ തള്ളി കുഞ്ഞനന്തന്റെ മകൾ ഷബ്ന മനോഹരൻ രംഗത്ത് വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ആരോപണമില്ല. UDF സർക്കാരിന്റെ കാലത്ത് കൃത്യമായ ചികിത്സ നൽകിയില്ലെന്ന ആരോപണമുണ്ട്. അതിനാലാണ് അൾസർ ഗുരുതരമായത്. പലതവണ ഉന്നയിച്ചപ്പോഴും വ്യാജമാണെന്ന് UDFും മാധ്യമങ്ങളും ഒരുപോലെ പറഞ്ഞു. LDF വന്നപ്പോഴേക്കും രോഗം പാരമ്യത്തിൽ എത്തിയിരുന്നു. UDF അച്ഛനെ കൊന്നതാണെന്ന് അന്ന് തന്നെ ആരോപണം ഉയർന്നില്ലേ? KM ഷാജി തിരഞ്ഞെടുപ്പ് സാഹചര്യം നോക്കി ഒന്നെറിഞ്ഞു നോക്കിയതാണെന്നും ഷബ്ന ആരോപിച്ചു. അതേസമയം ഷബ്നയുടെ ആരോപണം UDF കൺവീനർ MM ഹസൻ തള്ളിയിട്ടുണ്ട്. ചികിത്സ നിഷേധിക്കാൻ UDFന് ആശുപത്രി ഇല്ലെന്നാണ് ഹസൻ പ്രതികരിച്ചത്. VIP ചികിത്സയാണ് കുഞ്ഞനന്തന് ലഭിച്ചത്. UDF ഭരിക്കുമ്പോഴും LDF ഭരിക്കുമ്പോഴും കുഞ്ഞനന്തന് ചികിത്സ ലഭിച്ചു. ഭീഷണിപ്പെടുത്തി എല്ലാ സൗകര്യങ്ങളും പ്രതികൾ ഏർപ്പെടുത്തിയിരുന്നുവെന്നും MM ഹസൻ പറഞ്ഞു. കുഞ്ഞനന്തന്റെ മരണത്തിൽ മുസ്ലിം ലീഗ് നേതാവ് KM ഷാജി ഉന്നയിച്ച ആരോപണത്തിന്റെ വസ്തുത ഷാജിക്ക് മാത്രമേ അറിയൂ എന്നും MM ഹസൻ വ്യക്തമാക്കി. TP ചന്ദ്രശേഖരനെ കുലംകുത്തിയെന്ന് 51 വെട്ടുവെട്ടി കൊന്ന ശേഷവും വിളിച്ചവർ കേരളത്തിലുണ്ട്. TPയുടെ വേദനയിൽ കരഞ്ഞു തളർന്ന KK രമയെ ആശ്വസിപ്പിക്കാൻ VS അച്യുതാനന്ദൻ നേരിട്ടെത്തിയതിലും ഉണ്ടായിരുന്നു ആ ഗൂഢാലോചനയുടെ ആഴം. അതാണ് ഹൈക്കോടതിയുടെ വിധിയിലും നിറയുന്നത്.